ഹലോ, ഗുഡ് മോർണിംഗ്. നയന ആദർശിൻ്റെ പുതിയ ഭാഗമാണ്. അങ്ങനെ നമ്മുടെ നയനയുടെ വീട്ടിൽ, നന്ദനം വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് പോയി നിൽക്കുകയാണ്. അപ്പോൾ നയന ഇല്ലാത്തതിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങളും നമ്മുടെ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പാചകം ചെയ്യാനും വയ്യ. പിന്നെ നയന ഇല്ലാത്തതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഓരോരുത്തരും, നമ്മുടെ ആദർശമായാലും മുത്തശ്ശനായാലും മുത്തശ്ശിയായാലും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആർക്കും അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല നയനയെ തിരിച്ചു വിളിക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആദർശിന് നയന വരണമെന്ന് ഉള്ളിൽ മുഴുവനുണ്ട്. പക്ഷേ വിളിക്കാനുള്ള ആദർശിൻ്റെ ഒരു ഈഗോ ആദർശിനെ അനുവദിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. കാരണം ആ ഭാഗത്തുള്ളവരെ കുറച്ച് കല്യാണം വിളിക്കാനുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ നവ്യ ഭക്ഷണം കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴേക്ക് വന്നില്ല. അപ്പോൾ നമ്മുടെ കനക ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, മോളെ ഇത് കഴിക്കുക, എന്താ താഴെ വരാത്തെന്നൊക്കെ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് നയന ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നിനും തോന്നുന്നില്ല അമ്മേ, അവളായിരുന്നു ഇവിടെ എല്ലാം. പക്ഷേ അവളിപ്പോൾ ഇല്ലാതിരുന്നിട്ട് എന്താ ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ നയനോട് ഇത്ര ദേഷ്യം, പ്രത്യേകിച്ച് ആദർശേട്ടനെ, നമ്മുടെ അബിയെ പോലെ അല്ലല്ലോ ആദർശം എന്നൊക്കെ നവ്യ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ കനക പറയുന്നുണ്ട്, അല്ല മോളെ, നമ്മുടെ ആദർശിന് ഞാൻ കുറച്ച് മുല്ലപ്പൂവൊക്കെ കൊടുത്തത് മുഴുവൻ ബെഡിലൊക്കെ വിതറിയിട്ടുണ്ട്. എന്താ ഏതാണെന്നൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷേ ആദർശ് നല്ലവനാണ്, അവൻ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ കൈവെടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അബിയെപ്പോലെ അല്ല ആദർശ്. അപ്പം നമ്മുടെ നവിയും സമ്മതിക്കുന്നു, അതേ അമ്മേ, അബിയെപ്പോലെ അല്ല, എൻ്റെ വയറ്റിലൊരു കുഞ്ഞായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ എന്നെ അവനെ കളഞ്ഞിട്ട് പോയേനെന്നൊക്കെ നമ്മുടെ നവി പറയുന്നുണ്ട്. എന്നിട്ട് ആ സംഭാഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശ് നേരെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ നയന ആദർശിനെ വിളിക്കുന്നുണ്ട്. അതെ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. അപ്പോൾ ഇവനെ ഈ വിളിക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേ അവൻ ആ ഫോണിൽ കൂടെ നയനെ കേൾക്കുന്നത്, മീൻസ് നയനോട് പറയുന്നത് മുഴുവൻ ദേഷ്യത്തിലാണെന്ന കാര്യം. അത് അവൻ്റെ ഒരു സ്നേഹമാണെന്ന് അറിയിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള സംഭാഷണമൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെ നയന ഫോൺ ചെയ്യുമ്പോൾ പറയുകയാണ്, ഞാൻ വിളിച്ചത് വേറൊന്നിനുമല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് വിളിച്ചത്? അത് ഇൻഹെയിലർ തീർന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ തീരാനുള്ള ടൈം ആയിട്ടുണ്ട്, അതൊന്നും വാങ്ങുന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വിളിച്ചതെന്ന്. അപ്പോൾ പറയും, നീ പറയാതെ തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, നീ എന്തിനാണ് പറയുന്നത്, നീ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എനിക്ക് നോക്കാനറിയാം എൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദർശ് ബാഗുമായിട്ടൊക്കെ നേരെ വണ്ടിക്കുള്ളിലേക്ക് കയറുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കാറിൻ്റെ ഡാഷ്ബോർഡിലുള്ള ഇൻഹേലർ നോക്കുമ്പോൾ ശരിയാണ്, അത് തീർന്നിട്ടുണ്ട്. അവൾ പറഞ്ഞത് എത്ര ശരിയായി, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് അവൾ തന്നെ വേണം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കേട്ട് തന്നെ അവൾ ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മുടെ ആദർശ് ചിന്തിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ആദർശ് ഓഫീസിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പവിത്ര ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഇന്നലെ തന്നിട്ട് ആ ഫയലൊന്നും സൈൻ ചെയ്ത് കിട്ടിയില്ലാന്ന്. എന്താന്ന് പറഞ്ഞാൽ ഈ പവിത്രയോട് ആവശ്യമില്ലാത്ത രീതിയിൽ കിടന്ന് തർക്കിക്കുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് നമ്മുടെ ആദർശ്. നിനക്കിപ്പോൾ എന്താ വേണ്ടത്, ഫയലല്ലേ വേണ്ടത്, ഇങ്ങനെ എടുക്കുക, ഇതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചെന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പവിത്ര പറയുന്നുണ്ട്, ഇങ്ങനെ അല്ലായിരുന്നല്ലോ സാർ എല്ലാം ചെക്ക് ചെയ്തിട്ടല്ലേ സാധാരണ സൈൻ ചെയ്യുന്നത്, എന്താ ഇപ്പോൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾക്കൊക്കെ പവിത്രയോട് വെറുതെ തട്ടുകയറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ പവിത്ര പൊക്കോന്ന്. അങ്ങനെ പവിത്ര നേരെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ നയനയെ വിളിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, മാഡം സാറിന് എന്തോ പറ്റി, ഒരു മാനസിക നില തെറ്റിയതുപോലുള്ള സംസാരങ്ങളാണ് സാർ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന എന്നെ ഒരു വല്ലാത്ത രീതിയിൽ, അയ്യോ എന്തോ പറ്റി എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പവിത്ര പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അതെന്തോ പറ്റിയിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്, എന്തോ ഒരു ഓഫീസ് കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്തതുപോലെ, സാധാരണ ഫയലൊക്കെ കൊണ്ടു കൊടുത്താൽ അന്നേരം നോക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സൈൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇത് അപ്പോൾ തന്നെ ഒന്നും നോക്കാതെയൊക്കെ സൈൻ ചെയ്യുന്നുണ്ട്, അതാ മാഡത്തിനോട് ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നെല്ലാം കഴിഞ്ഞതിന് ശേഷം നയന ഇങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നേരെ നയനയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നയനയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ നേരെ കല്യാണം പറയുന്നതിൻ്റെ കുറച്ച് വീട്ടുകാർക്ക് കല്യാണം പറഞ്ഞതിന് ശേഷമാണ് ചെല്ലുന്നതാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ദേവയാനിയും ജലജയും കൂടെ കിച്ചണിലിരുന്ന് ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത തർക്കങ്ങൾ തന്നെയാണ്. ജലജ പറയുന്നുണ്ട്, എനിക്കിങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, നീ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ശരിയാകുമെന്ന് ദേവയാനി പറയുന്നുണ്ട്, നീ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതല്ലേ, ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എല്ലാം അടുക്കളയിൽ കയറുമെന്ന്, പിന്നെ എന്താ നിനക്കൊന്നും ചെയ്യാൻ അറിയാഞ്ഞിട്ട്, തേങ്ങ ചുരണ്ടാൻ പോലും നിനക്ക് പറ്റുന്നില്ലേ, നിനക്ക് വയ്യ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഞാനും അതിന് പുറത്ത് അവൾ കേട്ടാൽ മോശമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കനക ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ജലജ പറയുന്നുണ്ടോ, നീ കേൾക്കുമെന്നറിയാം, എൻ്റെ കാതും എല്ലാം ഇങ്ങോട്ടല്ലേ നീ ഇട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പറയാം, അതെ, ഞാൻ എൻ്റെ കണ്ണും ചെവിയും ഒക്കെ ഇങ്ങോട്ടാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങളിന്ന് രാവിലെ എഴുന്നേക്കാൻ വൈകിയത് കൊണ്ട് ഞാനല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, അപ്പോൾ പിന്നെ നിങ്ങളത് ആദർശമോൻ്റെ അമ്മ അത് കഴിച്ചിട്ടുമില്ലല്ലോ, അതെ, നീ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാത്തതെന്നൊക്കെ അവരും പറയുന്നുണ്ട്.
എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജലജയും കനകയും കൂടി പിന്നെ നമ്മുടെ ദേവയാനിയും കൂടെ ഒരു ചെറിയ തർക്കം പോലെയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ആർക്കും പണിയൊന്നും ചെയ്യാൻ വയ്യാഞ്ഞിട്ട്. എന്നിട്ട് ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അച്ഛനും അമ്മയും പോകുമ്പോൾ ആ നയനെ അങ്ങ് കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു, എനിക്ക് ഈ പണിയെടുത്ത് എൻ്റെ നടു ഒടിഞ്ഞു എന്നൊക്കെ ഇപ്പോൾ ദേവയാനിയും ആഗ്രഹിക്കുന്നുണ്ട് നയനെ ഒരു ജോലിക്കാരിയായിട്ട് കൊണ്ടുവരുന്നതിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദനും നയനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ കയറിവ മുത്തശ്ശി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും വന്നിട്ടുണ്ടല്ലോ, ഇനി എന്തായാലും ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ, ആ സമയം നോക്കി അതല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, 3-4 ദിവസമായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശനും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ പറയുന്നുണ്ട്, എന്താ കുടിക്കാൻ എന്തെങ്കിലും. അപ്പം മുത്തശ്ശി എന്നെ പറയുന്നുണ്ട്, വേണ്ട, ഇനിയിപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായില്ലേ, അപ്പോൾ അതുകൊണ്ട് കുടിക്കാനൊന്നും വേണ്ട മോളെ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാനൊരു ഉപ്പിട്ട നാരങ്ങ വെള്ളം എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നയന് വെള്ളം എടുക്കാൻ പോകുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ആദർശം ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താ അവളെ ഇനിയിപ്പോൾ എങ്ങനെ കൊണ്ടുവരുന്ന, ഈശ്വരൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കാര്യമൊക്കെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുത്തശ്ശൻ്റെ ഫോണിലേക്ക് ആദർശം വിളിക്കുന്നുണ്ട്. അയ്യോ മുത്തശ്ശൻ ഇപ്പോൾ എവിടെയാണ്, അയ്യോ ഞാനത് നൈനയുടെ വീട്ടിലാണ്. ആണോ, എന്ന് അവൾ വരുന്നെങ്കിൽ മുത്തശ്ശൻ വേണമെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിന് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മുത്തശ്ശിയുടെ കൂടെ നൈന പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആദർശിൻ്റെ നൈന വന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയായി. അങ്ങനെയുള്ള സംഭാഷണമാണ്, ഫോണിൻ്റെ സംഭാഷണം കൊണ്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ നിർത്തുന്നത്. ഓക്കെ, താങ്ക്